താപനില കൂടിയതോടെ ചൂടിനെ പ്രതിരോധിക്കാൻ നമ്മൾ പല വഴികളും തേടുകയാണ്. ചൂട് കൂടുമ്പോൾ മൃഗശാലകളിലെ ജീവികൾ എന്തു ചെയ്യും? മൃഗസംരക്ഷണത്തിനായി പ്രത്യേക വേനൽക്കാല പദ്ധതി നടപ്പിലാക്കിയിരിക്കുകയാണ് ചെന്നൈ മൃഗശാല. ചൂട് കൂടിയതോടെ മൃഗങ്ങളിൽ കടുത്ത ക്ഷീണവും ശ്വാസതടസ്സവും കണ്ടതോടെയാണ് ചെന്നൈയിലെ വണ്ടല്ലൂർ മൃഗശാല പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചത്. മൃഗങ്ങളുടെ ഭക്ഷണക്രമത്തിൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി മാറ്റങ്ങൾ വരുത്തിയായിരുന്നു തുടക്കം. ഒട്ടകപക്ഷി ഉൾപ്പെടെയുള്ളവയുടെ കൂട്ടിലേക്ക് കൃത്രിമ മഴയ്ക്ക് സമാനമായി വെള്ളം സ്പ്രേ ചെയ്യും. கார்னிவோர்ஸ் அனிமல்ஸ் லைக் லயன், டைகர், லெப்பர்ட்ஸ் அவங்களுக்குலாம் வந்து ஃப்ரோசன் மீட் தருவோம். ஃபார் பேர்ட்ஸ் நாங்கள் வந்து சுற்றி கோணி பையை வந்து கட்டிட்டு அந்த கனி பேக் சொல்லுவோம் இல்லைங்களா, கனி பேக் அதில் வந்து வி ஸ்ப்ரே வாட்டர். நல்லா ஹாட் ഡ്യൂറേഷൻ ഓഫ് ദ ഡേ, ലൈക്ക് അറൌണ്ട് 11 o'clock and 3 o'clock அந்த மாதிரி ടൈമിൽ വി സ്പ്രേ. ആനയ്ക്കും കാണ്ടാമൃഗത്തിനും ഹിപ്പോപ്പൊട്ടാമസിനുമെല്ലാം വിശാലമായി നീരാട്ട്. ചെന്നൈയിലെ ഈ വർഷത്തെ ഏറ്റവും കൂടിയ ചൂട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രേഖപ്പെടുത്തിയത്, 47 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ പാമ്പുകളുടെ കൂടുകളിലും ചൂട് കുറയ്ക്കുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കി. കരടികൾക്ക് വേനലിലെ ഭക്ഷണക്രമം നന്നേ പിടിച്ചുവെന്ന് മൃഗശാല അധികൃതർ. മൃഗങ്ങൾക്ക് മാത്രമല്ല, കാഴ്ചക്കാരുടെ കണ്ണിനും കുളിർമയേകുകയാണ് ചെന്നൈയിലെ മൃഗശാല. റിസർച്ച് ഡെസ്ക് 24. അപ്പോൾ കൊടുംചൂടാണ്. അപ്പോൾ നമുക്കും വീട്ടിൻ്റെ പുറത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചാൽ നമ്മൾ അവിടുത്തെ കിളികൾക്കൊക്കെ ഒരു സഹായമാവുകയും ചെയ്യും.